Hi everyone, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ്. എല്ലാവരുടെ വീട്ടിലും ഓവൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് നമ്മളൊരു കുക്കറിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. സോ വെൽക്കം ബാക്ക് ടു Cakenflakes. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 1 കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1.25 കപ്പ് ഫ്ലോറാണ്. അതിലോട്ട് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ സോൾട്ട്. ഇതിലോട്ട് നമ്മളൊരു 3/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യാണ്. നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് ഓയിൽ, ഞാൻ യൂസ് ചെയ്യണത് സൺഫ്ലവർ ഓയിലാണ്, ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാനിലോട്ട് മാറ്റാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 6 ഇഞ്ചിൻ്റെ പാനാണ്. ഒരു 1/2 kg കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ടൊരു 1 കപ്പ് സോൾട്ട് ഇടാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ഒരു റിങ് ഇറക്കി വയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റിംഗ് കഴിഞ്ഞേക്കാണ്. നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളുടെ കുക്കറിൻ്റെ വാഷും അതുപോലെ തന്നെ വിസിലും റിമൂവ് ചെയ്യണം. നമ്മളുടെ റിങ്ങിൻ്റെ മേലായിട്ട് ഇറക്കി വയ്ക്കുക. ക്ലോസ് ചെയ്യാണ്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആണ് നമുക്ക് ബേക്കിംഗ് ടൈം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ ഒരു 10 മിനിറ്റ്സ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മളുടെ കുക്കറിൽ കേക്ക് റെഡി ആയേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി കുക്കർ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവുന്നു വേണ്ട. സെയിം റെസിപ്പി നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.